പൊട്ടിച്ചിരി പുലിവാലുകളുമായി ഉപ്പും മുളകും കുടുംബം വീണ്ടും എത്തുന്നു. ഉപ്പും മുളകും ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 മണിക്ക് ഫ്ലവേഴ്സിൽ. രജനി ഇപ്പൊ വിളിച്ചിരുന്നു. അവള് കോടതിയിലെത്തിയെന്ന് അച്ഛനോട് പറയാൻ പറഞ്ഞു. ഇനിയിപ്പോ അവളുടെ ജീവിതം അവള് തന്നെ തീരുമാനിക്കട്ടെ. ഞാൻ എതിർപ്പൊന്നും പറയുന്നില്ല. ഇതിനിടയിലും ആ മീര ഇത് എവിടെ പോയി കിടക്കുക? മനുഷ്യന് ഒരു സമാധാനം കിട്ടുന്നില്ല. ആ ജാനകി. പ്രഭ, നീ എവിടെയാ? ഞാൻ വീട്ടിലാ. സത്യം പറഞ്ഞ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. ആ മീരെ കാണുന്നില്ല. ആ കുട്ടി ഫോൺ ചെയ്തിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. അത് പറയാനാ ഞാൻ വിളിച്ചത്. എന്താ കാര്യം? മീര ഇവിടെയുണ്ട്. എവിടെ? എന്റെ ഹോസ്പിറ്റലിൽ. മീര അവിടെ ഉണ്ടെന്നോ? ആ, മീര ഹോസ്പിറ്റലിലാ. അവളെന്തിനാ അങ്ങോട്ട് വന്നത്? മീര വന്നതല്ല, മീര ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. എന്താ ജാനകി കാര്യം? സിദ്ധുവിന്റെ അടുത്താണെന്നല്ലേ പറഞ്ഞത്? ആ, നീ ഒന്ന് പുറത്തേക്ക്. അല്ലേ വേണ്ട, സിദ്ധുവും കൂടി അറിയേണ്ട കാര്യം. കാര്യം എന്താണെന്ന് വെച്ചാ തെളിച്ച് പറയ്. പ്രഭ, മീര കൈഞ്ഞരമ്പ് മുറിച്ച് സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെന്ന് തോന്നുന്നു. ഗുരുതരാവസ്ഥയിലായിപ്പോ. ജാനകി. പ്രഭ, പ്രഭ, എന്താ എന്താ പറഞ്ഞേ? മീര എന്ത് ചെയ്തു? കൈഞ്ഞരമ്പ് മുറുക്കിയേ? ജാനകി, അത്. പ്രഭ, നീ പതറിപ്പോകരുത്. നീ ബോൾഡായിട്ട് നിൽക്കണം. അതുകൊണ്ടാ ഞാൻ നിന്നോട് വളച്ചിട്ടില്ലാത്ത കാര്യം പറഞ്ഞത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ പരീക്ഷണ ഘട്ടമായത്. പ്രഭ, ഹലോ പ്രഭ. ഹലോ പ്രഭ. പ്രഭ, നീ എന്തെങ്കിലും ഒന്ന് പറ. അവളെന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ ജാനകി. നീ ഒന്ന് വേഗം ഹോസ്പിറ്റലിലേക്ക് വാ. ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. പോലീസിൽ അറിയിക്കേണ്ട തീരുമാനങ്ങളൊക്കെ എടുക്കണം. ആ, ഞാൻ വരാം. ആ, വേഗം വരണം. ശരി. സിദ്ധു, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ. മീര ഗുരുതരാവസ്ഥയിലാണെന്ന്. ഭയപ്പെടണ്ട, ഭയപ്പെടാതെ ഞാനുണ്ട്. ഇനി ഞാൻ തളരില്ല. മീരയെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കില്ല. നമ്മുടെ മരുമകൾ അവള്, നന്ദൻ താലി കെട്ടിയ പെണ്ണ്. അവളെ എനിക്ക് വേണം. എന്താണ് കാരണമെന്നറിയട്ടെ. അവളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാണെങ്കിലും ശരി, പ്രഭ വെറുതെ വിടാൻ പോകുന്നില്ല.
കാര്യങ്ങൾ ഞാൻ അറിയിക്കാം. ഞാനിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോവാം. മീരമോൾ എന്തിനാ അത് ചെയ്തെന്നറിയില്ല. പക്ഷേ ഇവള് കാരണമാണതെന്ന് വരുത്തി തീർക്കണം. തൃപ്തിയായല്ലോ? ആഗ്രഹിച്ചത് നടന്നപ്പോ തൃപ്തിയായല്ലോ നിനക്ക്? ഞാൻ പലവട്ടം മുന്നറിയിപ്പ് തന്നതാ ഇതൊരു അത്യാഹിതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. എനിക്കറിയാമായിരുന്നു ഇതാണ് നടക്കാൻ പോകുന്നതെന്ന്. ഇന്ന് തന്നെ അത് നടക്കുമെന്നും അറിയാമായിരുന്നു. എന്താ എന്താ എന്റെ കാര്യം? കേട്ടോ, കാത് തുറന്നു കേട്ടോ. മീര ആത്മഹത്യക്ക് ശ്രമിച്ചു. കൈഞ്ഞരമ്പ് മുറിച്ചു. മരണത്തോട് മല്ലടിച്ച് ആശുപത്രി കിടക്കുക. അവക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. ആഗ്രഹിച്ചത് നടക്കില്ലെന്നറിഞ്ഞപ്പോ അവസാനത്തെ വഴി തെരഞ്ഞെടുത്തു. അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ കാലുമാറുമെന്ന് അവൾക്ക് സംശയമായി തുടങ്ങി. അവളുടെ ചോരയ്ക്ക് നിന്നെ കൊണ്ട് എണ്ണി എണ്ണി സമാധാനം പറയിപ്പിക്കും ഞാൻ. ഭവിഷ്യത്തുകൾ നേരിടാൻ ഒരുങ്ങിയിരുന്നോ? സമാധാനമില്ലാത്ത ദിവസങ്ങളാ ഇനി നിന്റെ മുമ്പിൽ. എന്താ ഞാൻ എന്റെ ചിന്തയിൽ വരുന്ന പറയട്ടെ. എന്താ? ഇന്ന് തന്നെ നമ്മൾ മീരയെ കാണുന്നു. അതെ, ഇനി ഇത് വച്ച് നീട്ടണ്ട. ഇപ്പൊ തന്നെ മീരയെ വിളിക്കുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ മീരയെ കാണുന്നു, കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. ഞാനും വരാം. നമുക്ക് 3 പേർക്കും കൂടി പോവാം. ഓക്കെ, സമ്മതിച്ചു. അതിനുമുമ്പ് അമ്മ വിളിച്ചൊന്ന് കാര്യം അറിയിക്കണം. മീരയോട് എല്ലാം തുറന്നു പറയാൻ പോവാണെന്ന് പറയണം. ഒന്നും വേണ്ട, ഇനി ആരോടും ഒരു ചർച്ചയും വേണ്ട. നീ മീരയെ വിളിച്ചാ മതി. അതെ നന്ദ, മീരയ്ക്ക് ഒരു ആശ കൊടുത്ത് നിർത്തുന്നത് ശരിയല്ല. നന്ദനെ വല്ലാതെ ആഗ്രഹിച്ച് നടക്കുക. നമുക്ക് കാര്യങ്ങൾ അതിന്റെ രീതിക്ക് പറഞ്ഞു മനസ്സിലാക്കാം. നന്ദ, നീ വിളിക്ക. ദേവിയാ? ഹലോ ദേവി. നന്ദു, നന്ദു എവിടെയാ? ഞാൻ മുരളിയുടെ വീട്ടിലാ. ഞങ്ങള് മീരെ കാണാൻ പോവാ. അപ്പോ നന്ദു കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? എന്ത് കാര്യം അറിഞ്ഞോന്ന്? നന്ദു എന്താ ഉദ്ദേശിച്ചേ? മീരെ കണ്ട് എല്ലാം തുറന്നു പറയാൻ പോവാ. ഞാനും മുരളിയും ഗൗരിയും കൂടി മീരെ കാണുന്നു ഇപ്പൊ തന്നെ. നമ്മൾ തമ്മിൽ വിവാഹം കഴിഞ്ഞ കാര്യം തുറന്നു പറയാൻ പോവാ. ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ മീരെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. നന്ദു, ഇപ്പൊ മീരെ വിളിക്കണ്ട. മീര ഹോസ്പിറ്റലിലാ. മീരയ്ക്ക് എന്ത് പറ്റി? മീര ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്താ? മീര ആത്മഹത്യക്ക് ശ്രമിച്ചെന്നോ? നമ്മുടെ കാര്യമൊക്കെ അറിഞ്ഞിട്ടാ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ആന്റി എന്നെ വഴക്കും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക.
ജാനകി ആന്റിയുടെ ഹോസ്പിറ്റലില് കയ്യിലെ ഞരമ്പ് മുറിച്ചെന്നാ പറഞ്ഞത്. എനിക്ക് പേടിയാവുന്നു നന്ദു. ദേവി പേടിക്കണ്ട, ഫോൺ വെച്ചോ, ഞാൻ വിളിക്കാം. എടാ, മീര ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന്. ഇപ്പൊ ഹോസ്പിറ്റലാ. ഞാനും ദേവിയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞു കാണും. ഞങ്ങളുടെ വിവാഹ കാര്യമൊക്കെ അറിഞ്ഞു കാണും. അവിടെ കണ്ടീഷൻ എങ്ങനെയാ? സീരിയസ് ആണോ? അറിയില്ല, എനിക്ക് ഒന്നും അറിയില്ല. എടാ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം. അല്ല, ഈ അവസ്ഥയിൽ ആശുപത്രിയിൽ പോയാ ഈ അവസ്ഥയിലാ പോവേണ്ടത്. എടാ, ഞാൻ എങ്ങനെ വരും മുരളി? എടാ, നീ ഇങ്ങനെ പതറി പോകരുത്. ഇത്തരം നിർണായക നിമിഷങ്ങളിലെ മനസ്സിനെ പിടിച്ചു നിർത്തേണ്ടത്. നോക്ക്, നിന്റെ വീട്ടിൽ താമസിക്കുന്ന കുട്ടിയെ അത് മാത്രം നീ നോക്കിയാൽ മതി. ആശുപത്രിയിൽ പോകേണ്ട കടമയുണ്ട്. നീ വാ, ഞങ്ങൾ പോയിട്ട് വരാം. വാ, വരാൻ. ഡോക്ടർ. ആ സോറി, തിരക്കിനിടയിൽ ഒരു താങ്ക്സ് പറയാൻ പോലും ഞാൻ മറന്നു. അത് സാരമില്ല മാം. ആ കുട്ടി സിദ്ധാർത്ഥ സാറിന്റെ റിലേറ്റീവാ. ഓ, അത് ശരി. ആ കുട്ടിക്ക് സിദ്ധാർത്ഥനുമായി ബന്ധമുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ ഞാൻ ആ കുട്ടിയെ കാണുമ്പോ സിദ്ധാർത്ഥ സാറിന്റെ വൈഫിന്റെ കോൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കുട്ടിയാ. അല്ല, എങ്ങനെയുണ്ട് ഇപ്പൊ കുട്ടിക്ക്? ഒന്നും പറയാറായിട്ടില്ല. ആ, നിങ്ങളുടെ പേര്? ഗിരീഷ്. ആ, ജാനകി, എന്റെ മോൾക്ക് എന്താ പറ്റിയേ? എനിക്ക് അവളെ കാണണം. എന്റെ വീട് ജാനകി, എന്റെ കുട്ടിയെ ഒന്ന് കാണട്ടെ ഞാൻ. പ്രഭ, നീ പറയുന്ന കേൾക്ക്. എന്താ ജാനകി? അവള് പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കെ. ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ. പ്രഭ, പറഞ്ഞാൽ എന്താ നിനക്ക് മനസ്സിലാവാത്തത്? അകത്ത് ഡോക്ടർ മീരെ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ അങ്ങോട്ട് കയറാൻ പറ്റില്ല. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ജാനകി. നിന്നെ വിളിച്ച് വിവരം പറഞ്ഞത് അബദ്ധമായോ? എന്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച എനിക്കിത് ഒന്ന് മനസ്സിലാക്ക് പ്രഭ. കരച്ചിലും വെപ്രാളവും കാണിക്കേണ്ട സമയമല്ല ഇത്. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ. ഒരു കാര്യം ചെയ്, നീ എന്റെ ക്യാബിനിൽ ചെന്നിരിക്കെ. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. പ്രഭ, ഇത്തിരി കോംപ്ലിക്കേറ്റഡാ കാര്യങ്ങൾ. ജാനകി, നീ ധൈര്യം കൈവിടാതിരിക്കെ. ഞാൻ നന്ദനെ വിളിച്ചു പറയട്ടെ? വേണ്ട. മാഡം, ഡോക്ടർ വിളിക്കുന്നുണ്ട്. ആ, താനിവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. ആ, ഗിരീഷ് ഇപ്പൊ ഇറങ്ങില്ലല്ലോ? ഇല്ല മാം. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. പ്രഭ, ഇദ്ദേഹമാണ് വഴിയിൽ ആരും കാണാതെ കിടന്ന മീരെ രക്ഷിച്ചിവിടെ എത്തിച്ചത്.
മാഡം വിഷമിക്കണ്ട. ആ കുട്ടിക്കൊന്നും സംഭവിക്കില്ല. ഡോക്ടർ പറഞ്ഞ പോലെ ധൈര്യം കൈവിടാതെ നോക്കണം. ഹലോ രജനി. എല്ലാം കഴിഞ്ഞമ്മേ, ഓർഡർ കിട്ടി. അമ്മ എവിടെയാ? ഞാൻ ഹോസ്പിറ്റലിലാ. എന്തു പറ്റി? ഒന്നുമില്ല, ജാനകി ഒന്ന് കാണാൻ വന്നതാ. ഓ ഓക്കെ, ഞാനിപ്പോ തിരിക്കും. അമ്മ എന്താന്നും പറയാത്തെ? അടുത്താരെങ്കിലും ഉണ്ടോ? ഇനി മുതൽ ഞാനൊരു ഡിവോഴ്സിയാ. ഭർത്താവും കുടുംബമൊന്നും ഇല്ലാത്ത രജനി മോള്. ശരി അമ്മേ, ഞാൻ വിളിച്ചോളാം. മോളെ, ആശുപത്രിയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോ? ഇല്ല ആന്റി, നന്ദുവിനെ വിളിച്ച് വിവരം പറഞ്ഞു. നന്ദു അവിടെ എത്തിയിട്ട് വിളിക്കും. എന്നാലും മീരമോൾ ഇത് എന്ത് പണിയാ കാണിച്ചേ? ആ കൊച്ചിന് എന്തേലും സംഭവിച്ചാ ആകെ കുഴപ്പമാവൂല എന്റെ ഭഗവാന്. ഈശ്വര, മീരമോളെ കാത്തോളേ, ഒന്നും വരുത്തല്ലേ. മോളെ, പ്രഭകുഞ്ഞ് അന്നേരത്തെ ദേഷ്യത്തിന് മോളോട് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. ബലരാമ സാറിനെ അറിയിക്കോ മറ്റോ ചെയ്തോ? അറിയില്ല ആന്റി, എനിക്കൊന്നും അറിയില്ല. ബലരാമ സാറൊക്കെ അറിഞ്ഞ ഇവിടെ എന്താ ഉണ്ടാവുക? എന്ത് പറഞ്ഞാലും നന്ദമ്മ മോളെ കല്യാണം കഴിച്ചതിന്റെ വിഷമത്തിന് ചെയ്താന്നേ പറയൂ. പിന്നെ ഇവിടെ ആന്റി, എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുക. ആകെ പേടിയാവുന്നു. എന്തിനാ പേടിക്കണേ? വരുന്നത് വരട്ടെ. മോള് പ്രാർത്ഥനയും പൂജയൊന്നും തെറ്റിക്കണ്ട. ഒന്നും സംഭവിക്കില്ലെന്ന് ഭഗവാനോട് പറ. ചെല്ല്, പോയി കുളിച്ച് പൂജാമുറിയിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്യ്. മോളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും. പറയുന്നത് കേക്ക്. ചെല്ല്. ഭഗവാനെ കാത്തോളിന്.
ജാനകി, എന്റെ മീരയ്ക്ക് എങ്ങനെയുണ്ട്? എനിക്ക് കാണണം. അവൾ എങ്ങനെ ഇരിക്കുന്നു? കുറച്ച് റിസ്ക് ആണ് പ്രഭ. അയ്യോ ജാനകി, അങ്ങനെ പറയാതെ. കുഴപ്പമൊന്നുമില്ലാന്ന് പറയും. അവൾക്കൊരു പ്രശ്നമില്ലാന്ന് പറയും. തിരിച്ചു വരുമെന്ന് പറയും. തിരിച്ചു വന്നും വീണ്ടും അവൾ എന്നെ പ്രഭയാന്റിന്ന് വിളിക്കുമെന്ന് പറയും. അങ്ങനെയൊക്കെ പറയണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഒരാശ കൊടുക്കാൻ പാടില്ല. എന്തും നേരിടാൻ തയ്യാറായിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അവള് തിരിച്ചു വരും, എനിക്ക് ഉറപ്പുണ്ട്. വരില്ലേ ജാനകി? വരും. അത് മതി, അത് കേട്ടാ മതി. ആ പ്രഭേ, എന്താ? ഹോസ്പിറ്റലിൽ ഇതുപോലുള്ള കേസുകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഉടനെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടറുടെ ഡീറ്റെയിൽസ് കൊടുത്ത് അവിടെ അറിയിക്കേണ്ടതുണ്ട്. ആത്മഹത്യാശ്രമം കുറ്റകരമാണല്ലോ, കേസും ഉണ്ടാവും. അയ്യോ ജാനകി, പാടില്ല, ഒരിക്കലും പാടില്ല. ഇതാരും അറിയരുത്. ചന്ദ്രോത്ത് കുടുംബത്തിനും മീരയ്ക്കും ഒരുപോലെ ദോഷം. ഞാൻ ഡോക്ടറോട് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും തിടുക്കപ്പെട്ട് ഡോക്ടർ ഒന്നും ചെയ്യില്ല. ജാനകി എങ്ങനെയും പറഞ്ഞ് ബ്ലോക്ക് ചെയ്യണം. ശ്രമിക്കാം, മാക്സിമം ശ്രമിക്കാം. അതോർത്ത് നീ ടെൻഷൻ ആവണ്ട. പിന്നെ വീട്ടിൽ വിളിച്ചു പറയണം, ഈ വിവരം പുറത്താരും അറിയരുതെന്ന്. മനസ്സിലായോ? മാഡം